നഗരത്തിലെ മാലിന്യം ശേഖരിക്കാൻ കോർപ്പറേഷൻ ഹരിതകർമ്മസേനയ്ക്ക് ഓട്ടോറിക്ഷകൾ അനുവദിച്ചെങ്കിലും ഓടിക്കാൻ പരിശീലനം നൽകാത്തതിനാൽ തുരുമ്പെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ തുരുമ്പിട്ടിരിക്കുന്നത് 30 ഈ ഓട്ടോകളാണ്. അജൈവ മാലിന്യം എടുക്കാൻ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതി നിൽക്കുമ്പോഴാണ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന അഴക് പദ്ധതിയുടെ സന്ദേശമടക്കം പതിച്ച ഓട്ടോകൾ ടാഗോർ ഹാൾ വളപ്പിൽ നശിക്കുന്നത്. ഉദ്ഘാടനത്തിന് തൂക്കിയ റിബണുകൾ പോലും ഓട്ടോയുടെ മുകളിലുണ്ടെന്നതാണ് സങ്കടകരമായ കാഴ്ച. കേന്ദ്രത്തിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷനിലെ 75 വാർഡുകളിലെയും മാലിന്യ ശേഖരണത്തിന് അനുവദിച്ചതാണ് ഓട്ടോകൾ. കഴിഞ്ഞ ജനുവരി 12-ന് മന്ത്രി MP രാജേഷാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആദ്യഘട്ടമായി 30 ഓട്ടോകളാണ് നൽകിയത്. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിലാണ് ഓട്ടോകൾ നിർമ്മിച്ചത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആവശ്യമായ ഡ്രൈവിംഗ് പരിശീലനം നൽകി വണ്ടികൾ കൈമാറുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 3 മാസമായിട്ടും ഡ്രൈവിംഗ് പരിശീലനം നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എന്നാൽ ഡ്രൈവിംഗ് പഠിക്കാൻ താൽപ്പര്യമുള്ളവരെ കിട്ടിയിരുന്നില്ലെന്നും ലൈസൻസ് ഉള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകാൻ നടപടിയായിട്ടുണ്ടെന്നുമാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എല്ലാ വാർഡുകളിലേക്കും ഒരു ഓട്ടോ വീതം 75 ഗുഡ്സ് ഓട്ടോ അനുവദിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും പിന്നീട് യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. വണ്ടികളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ആഴ്ചയാണ് പൂർത്തിയായത്. ഇനിയും ഓട്ടോകൾ നിർത്തിയിട്ടാൽ ബാറ്ററിയും ടയറുകളും കേടാകാനുള്ള സാധ്യത ഏറെയാണ്. പഞ്ചായത്തുകളെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി നിർവഹണത്തിനായി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 4.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹരിതകർമ്മസേനയ്ക്ക് ഈ ഓട്ടോ വാങ്ങിയത്. ഹരിതകർമ്മസേന പഞ്ചായത്തുകളിലെ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നഗരസഭ വാടകയ്ക്ക് എടുക്കുന്ന വാഹനത്തിലായിരുന്നു MCFൽ എത്തിച്ചിരുന്നത്. പുതിയ വാഹനം ലഭിച്ചതോടെ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അതത് ദിവസം തന്നെ MCFൽ എത്തിക്കാമെന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. വാടകയ്ക്ക് വാഹനം എടുക്കുന്നതിൻ്റെ തുക ലഭിക്കാൻ കഴിയുന്നതോടൊപ്പം മറ്റു അജൈവ മാലിന്യങ്ങൾ കൂടി വാർഡുകളിൽ നിന്ന് ശേഖരിച്ച് ഹരിതകർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കാമെന്നും ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം കോർപ്പറേഷൻ നടപ്പാക്കുന്ന അഴക് പദ്ധതിയുടെ സന്ദേശമടക്കം പതിച്ച ഓട്ടോകൾ ടാഗോർ ഹാൾ വളപ്പിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.